ബിഗ് ബോസിൽ പങ്കെടുത്തതോടെ ഒരുപാട് പേരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന് സീസൺ 6 മത്സരാർത്ഥിയായ അഭിഷേക് ശ്രീകുമാർ. ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ആർക്കും തന്നെ എന്നെ അറിയില്ലായിരുന്നു. ഹൗസിൽ പോകുന്നത് അനിയത്തിക്ക് ഇഷ്ടമായിരുന്നില്ല. പോയാൽ വലിയ നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും പോകാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു, താരം വ്യക്തമാക്കി. ബിഹൈൻഡ് വോഴ്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. തന്റെ അഭിനയമോഹത്തെക്കുറിച്ചും മുൻ പ്രണയത്തെക്കുറിച്ചുമൊക്കെ അഭിഷേക് അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞിട്ട് IIMൽ എക്സിക്യൂട്ടീവ് PG ഇൻ ഡിജിറ്റൽ സ്ട്രാറ്റജി ആൻഡ് മാർക്കറ്റിംഗ് ആണ് എൻ്റെ യോഗ്യത. IIMൽ പഠിച്ചാൽ നമ്മുടെ പ്ലേസ്മെന്റിന് വേണ്ടിയൊക്കെ അവർ വിളിക്കും. ഞാൻ അപ്പോഴും അപ്ലൈ ചെയ്തിട്ടില്ല. നല്ല ജോലിയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഫോക്കസ്ഡായി ഞാൻ മുന്നോട്ട് പോകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ലഹരിയിലൊന്നും വീഴാതെ ഫോക്കസ്ഡായി പോകാനായിരുന്നു തീരുമാനം. സിനിമാ സ്വപ്നം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. കേരളത്തിൽ മോഡലിങ്ങിനൊന്നും വലിയ സ്കോപ്പില്ല. സിനിമ അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് ആകണമെന്നായിരുന്നു ആഗ്രഹം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചേർന്നപ്പോഴും സിനിമാ മോഹം വിട്ടില്ല. ബിടെക് കഴിഞ്ഞപ്പോൾ 16 സപ്ലി ഉണ്ടായിരുന്നു. 10 ഞാൻ എഴുതിയെടുത്തു, 3 ബാക്കി വെച്ചു. കാരണം സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ വീട്ടുകാർ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടാലോ. ബാക്കി സപ്ലി എഴുതുന്നതിനിടയിൽ ഞാൻ സിനിമയിൽ അവസരങ്ങൾക്ക് ശ്രമിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ ചില പരസ്യങ്ങളൊക്കെ ചെയ്തു. ആ സമയം വീട്ടുകാർക്കൊരു സംശയം തോന്നിയിരുന്നു, ഞാൻ പഠിക്കാത്തവനാണോ എന്ന്. അങ്ങനെയൊന്ന് IIMൽ PG ചെയ്തത്. പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്ലേസ്മെന്റ് കോളേജുകളൊക്കെ വന്നിരുന്നു. ഞാൻ പക്ഷേ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. സിനിമയിൽ കാര്യമായ അവസരങ്ങൾ കിട്ടാതിരുന്നപ്പോൾ വീട്ടുകാർ ശരിക്കും എതിരായിരുന്നു. അപ്പോഴാണ് ബിഗ് ബോസിലേക്ക് എനിക്ക് അവസരം കിട്ടുന്നത്. ബിഗ് ബോസ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ടി വന്നേനെ. കോളേജിൽ പഠിച്ചപ്പോൾ 5 വർഷത്തെ പ്രണയമുണ്ടായിരുന്നു. കോൺവെക്കൽ ദ റെമോ എന്നൊക്കെ പറഞ്ഞ് അവാർഡൊക്കെ കിട്ടിയിരുന്നു. അത്രയും ബ്യൂട്ടിഫുള്ളായ റിലേഷനായിരുന്നു. കോളേജിൽ അറിയപ്പെടുന്ന പ്രണയമായിരുന്നു ഞങ്ങളുടേത്. സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്നു ഞാൻ. എൻ്റെ ജൂനിയറായ കുട്ടിയാണ് പ്രണയിച്ചത്. പ്രപ്പോസ് ചെയ്തപ്പോൾ നോ പറഞ്ഞു. അതോടെ സുഹൃത്തുക്കളാകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അവളെ സംസാരിച്ച് വീഴ്ത്താമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ നമ്പർ വാങ്ങി ചാറ്റ് ചെയ്ത് 1 മാസം കൊണ്ട് പ്രണയത്തിലായി. പിന്നീട് പ്രണയം പിരിഞ്ഞുവെന്നും അഭിഷേക് പറയുന്നു.